മോളെ വാ. ദേവൻ അവളെയും കൂട്ടി അകത്തേക്ക് കയറി. ആദ്യമായിട്ടാണല്ലേ മോൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നത്? മുത്തശ്ശി അവളുടെ കവളിലൊന്ന് കൈവച്ചുകൊണ്ട് ചോദിച്ചു. അതേ മുത്തശ്ശി, ഇന്ന് വരെ ഞാൻ ഇച്ചായനെയും കുഞ്ഞിനെയും പിരിഞ്ഞ് ഒരു ദിവസം പോലും നിന്നിട്ടില്ല. അവളൊരു സങ്കടത്തോടെ അവരെ നോക്കി മറുപടി പറഞ്ഞു. മോൾക്ക് ഇവിടെ ഒരു വിഷമവും കുറവും ഉണ്ടാവില്ല. ഇവിടെ നീ സന്തോഷത്തോടെ ആയിരിക്കും ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്, അല്ലേ ഗോവിന്ദ? അവർ തൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിനയാൾ ഒരു ചിരിയോടെ തലയാട്ടി. സീതേ, മോളെ, ഷീതുമോൾക്ക് ആ മുറിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. മോള് കുറച്ചു നേരം വിശ്രമിക്കട്ടെ, നീണ്ട യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. മുത്തശ്ശി അവരെ നോക്കി. ശരി അമ്മേ. മോളെ വാ. സീത അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ ദേവൻ്റെ മുഖത്തേക്ക് നോക്കി. പൊയ്ക്കോ എന്ന് അയാൾ കണ്ണ് കാണിച്ചു. ഉടനെ അവൾ തൻ്റെ ബാഗ് എടുത്തു. ചേച്ചി, ബാഗ് ഞാൻ കൊണ്ടുവരാം, ചേച്ചി നടന്നോ, നന്ദ അവളെ നോക്കി പറഞ്ഞു. നന്ദ അങ്ങനെ പറയുന്നത് കേട്ടതും വാസുദേവൻ ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കി. വേണ്ട നന്ദ, ഞാൻ എടുത്തോളാം. ചേച്ചി ഇങ്ങോട്ട് തന്നേ, എന്നിട്ട് നടക്കങ്ങോട്ട്. അവൾ ഷീതുവിൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിയിട്ട് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചെല്ലി മോളെ. മുത്തശ്ശി പറഞ്ഞതും സീത അവളെയും കൂട്ടി റൂമിലേക്ക് നടന്നു. മോളെ, ഇതാ മോളുടെ മുറി. സീത ഒരു വലിയ മുറി കാണിച്ചു കൊടുത്തുകൊണ്ട് അവളെ നോക്കി. ചേച്ചി, ഇത് സൂപ്പർ മുറിയാ. ദേ, ഈ ജനൽ തുറന്നിട്ടാ ഇവിടെ നിന്ന് നോക്കിയാ നമ്മുടെ കാവ് കാണാം. പിന്നെ ദേ, ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഈ മുറിയിൽ ഫാൻ ഇല്ലെങ്കിലും നല്ല തണുപ്പാണ്. ഞാനുണ്ടല്ലോ, അവസരം കിട്ടുമ്പോഴൊക്കെ ഈ മുറി വന്ന് കിടന്നുറങ്ങും. മുത്തശ്ശിയുടെ നിർബന്ധമായിരുന്നു ചേച്ചിക്ക് ഈ മുറി തന്നെ കൊടുത്താൽ മതിയെന്ന്. നന്ദ അവളെ നോക്കി പറയുന്നത് കേട്ടതും ഷീതു പുഞ്ചിരിച്ചു. നിങ്ങൾ സംസാരിക്കുക, ഞാൻ അടുക്കളയിലേക്ക് പോവാണേ. മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. സീത അവളെ നോക്കി പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ തലയാട്ടി. ചേച്ചിക്ക് ഇവിടേക്ക് ഇഷ്ടമായോ? നന്ദന അവളെ നോക്കി ഒരു ചിരിയോട് ചോദിച്ചു. ഇഷ്ടമായി, പ്രത്യേകിച്ചും ഈ വായാടി കൊച്ചിനെ. ഷീതു അവളുടെ താടിയിലൊന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇത്തിരി അധികം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. എൻ്റെ ഏട്ടനും മറ്റുള്ളവരും ഇങ്ങനെ അത്രയും സംസാരിക്കാറില്ല. നമ്മുടെ മുത്തശ്ശിയില്ലേ, മുത്തശ്ശി ഒരുപാട് സംസാരിക്കും. എനിക്ക് മുത്തശ്ശിയുടെ സ്വഭാവമായി കിട്ടിയിരിക്കുന്നതെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെനിക്കും തോന്നി. ബാക്കിയുള്ള ആരും ഇത്രയധികം എന്നോട് സംസാരിച്ചില്ല. എല്ലാം മുത്തശ്ശിയും നീയും പിന്നെ ചെറിയമ്മമാരുമാണ് സംസാരിച്ചത്. അവളും നന്ദയോടും പറഞ്ഞു. അത് ചേച്ചി ഇവിടെ ആദ്യമായിട്ട് വരികയല്ലേ, അതുകൊണ്ടാണ് എല്ലാവർക്കും സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. മാത്രമല്ല, ദേവച്ചന് ഇങ്ങനൊരു മകളുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും പെട്ടെന്ന് ദേവച്ചൻ ചേച്ചിയെ കണ്ടുപിടിക്കുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. അവളും പുഞ്ചിരിച്ചുകൊണ്ട് ഷീതുവിനോട് പറഞ്ഞു. ഷീതു അത് കേട്ട് ചിരിച്ചു. നമുക്ക് വൈകിട്ട് കാവി പോകാം. ചേച്ചി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് കുളിച്ചിട്ടൊക്കെ വാട്ടോ, അപ്പോഴേക്കും ഞാൻ റെഡിയായിട്ട് നിൽക്കാം. അവൾ പറഞ്ഞതും ഷീതു തലയാട്ടി. നന്ദ അവിടെ നിന്നും പോകാനായി തുടങ്ങി. നന്ദ, ഷീതു പുറകിൽ നിന്നും വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. അത് പെട്ടെന്ന് എല്ലാവരെയും കൂടി പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് ആരെയും അങ്ങോട്ട് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. നന്ദ എനിക്ക് എല്ലാവരെയും ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരണേ. ഷീതു അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. ചേച്ചി എന്തിനാ അതോർത്ത് ടെൻഷൻ അടിക്കുന്നേ? ചേച്ചി കുറച്ച് ദിവസം ഇവിടെയൊക്കെ ഉണ്ടല്ലോ, എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം. ഇപ്പം ചേച്ചി വിശ്രമിക്കുക, ഞാനേ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. അവൾ പറഞ്ഞതും ഷീതു തലയാട്ടി. നന്ദ റൂമിൽ നിന്നും പോയതും ഷീതു ഡ്രസ്സൊക്കെ മാറി കട്ടിലേക്ക് കിടന്നു. ചാർലിയെ ഒന്ന് വിളിക്കണമെന്ന് മനസ്സിൽ തോന്നിയെങ്കിലും ക്ഷീണം കൊണ്ടോ എന്തോ അവൾ ഉറങ്ങിപ്പോയിരുന്നു. തിരികെയുള്ള യാത്രയിൽ എല്ലാവരും വളരെ അസ്വസ്ഥമായിരുന്നു. ഷീതുവിൻ്റെ വിടവ് എല്ലാവരെയും ഒരു വിഷമത്തിലാഴ്ത്തി. ഇസു ഉച്ചയോണൊക്കെ കഴിഞ്ഞതിന് ശേഷം റയാൻ്റെ മടിയിലിരുന്ന് ഉറങ്ങിപ്പോയിരുന്നു. ചാർലിയും സീറ്റിലേക്ക് ചാരിക്കിടന്ന് മയങ്ങി. റയാൻ ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ധൃതിയിലുമായിരുന്നു. ചാർലിയും റയാനുമായിരുന്നു ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ ബാക്കിലിരുന്നത്. ഋഷുവിനെ അവർ ക്രിസ്റ്റിയോടൊപ്പം കോ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുത്തിയിരുന്നു. കാറിൽ മനോഹരമായ റൊമാൻറ്റിക് സോങ് ഇട്ടിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ക്രിസ്റ്റിയുടെ കണ്ണുകൾ ഋഷുവിനെ തേടിപ്പോയിക്കൊണ്ടിരുന്നു. അവളാണെങ്കിൽ പാട്ടിൽ മുഴുകി കൈകൾ കൊണ്ട് താളം പിടിക്കുന്നുണ്ട്. കണ്ണാടിയിൽ കൂടി പുറകിലേക്കൊന്ന് നോക്കിയതിനു ശേഷം ക്രിസ്റ്റി അവളുടെ വലതു കൈയിൽ പിടുത്തമിട്ടു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിക്കൊണ്ട് തല ചരിച്ചു വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനാണെങ്കിൽ ഒരു കള്ളച്ചിരിയോടെ അവളുടെ കൈയെടുത്ത് അവൻ്റെ മടിയിലേക്ക് വെപ്പിച്ചു. ഇച്ചായ. പുറകിലേക്ക് കണ്ണുകൾ കൊണ്ട് ആക്ഷൻ കാണിച്ചതിന് ശേഷം അവൾ അവനെ നോക്കി പറഞ്ഞു. അവരാരെങ്കിലും കാണുമെന്നായിരുന്നു അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനവനില്ല എന്ന് തലയാട്ടിയതിന് ശേഷം അവളുടെ കയ്യിലൊന്ന് ചുംബിച്ചു. ഋഷു ആണെങ്കിൽ ഞെട്ടിപ്പോയി. അവനിൽ നിന്നും കൈ പിൻവലിക്കാൻ നോക്കിയെങ്കിലും അവൾക്കതിന് സാധിച്ചിരുന്നില്ല. എപ്പോഴോ ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കിയ റയാൻ കാണുന്നത് അവരുടെ മനോഹരമായ നിമിഷങ്ങളായിരുന്നു. ക്രിസ്റ്റി അവളെ നോക്കുന്നതും അവളുടെ കൈയെടുത്ത് ചുംബിക്കുന്നതുമൊക്കെ അവൾ നാണത്തോട് ചിരിക്കുന്നതും ഒക്കെ കണ്ടതും താനതൊന്നും കണ്ടില്ല എന്നുള്ള മട്ടിൽ റയാൻ വീണ്ടും ഫോണിലേക്ക് കണ്ണുനട്ടിരുന്നു. ഷീതു കുളിച്ച് റെഡിയായി ഒരു ബ്ലാക്ക് ലൈൻസും റെഡ് ടോപ്പും ഇട്ട് ഒരുങ്ങി. തല കുളിച്ചതുകൊണ്ട് തന്നെ വെറുതെ അഴിച്ചിട്ടിരിക്കുകയായിരുന്നു അവൾ. താഴേക്ക് ഇറങ്ങി ചെന്നത് മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മോള് കുളിയൊക്കെ കഴിഞ്ഞോ? അവർ പുഞ്ചിരിയോട് ചോദിച്ചു.
കഴിഞ്ഞ മുത്തശ്ശി, അച്ഛനെവിടെ? അവൾ ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് അവരോട് ചോദിച്ചതിന് ശേഷം അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയതാ. മുത്തശ്ശി അവളെ നോക്കി പുഞ്ചിരിയോടെ മറുപടി നൽകി. മുത്തശ്ശി, ഞാനൊന്ന് കാവി വരെ പോയിട്ട് വന്നാലോ? അവൾ മുത്തശ്ശിയെ നോക്കി ചോദിച്ചു. ഒറ്റയ്ക്ക് പോകണ്ട മോളെ, നന്ദയും കൂടി കൂട്ടിയിട്ട് പോയിക്കോ. മോളെ നന്ദേ, അവർ വിളിച്ചതും അവൾ അകത്തു നിന്നും വിളി കേട്ടിരുന്നു. മോളെ, ഷിതുമോളെയും കൂട്ടി കാവിലേക്ക് ഒന്ന് പോയി തൊഴുതിട്ട് വാ. മോൾ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത്? നമുക്ക് നാളെ രാവിലെ അമ്പലത്തിൽ പോകാം. ഇന്ന് കാവിൽ പോയിട്ട് തൊഴുതോ, മുത്തശ്ശി പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങളിന്ന് കാവിൽ പോകാനിരുന്നതാ മുത്തശ്ശി. പോവാൻ ചേച്ചി, നന്ദ അവളെ നോക്കി ചോദിച്ചതും അവൾ തലയാട്ടി. ശേഷം അവർ രണ്ടുപേരും കൂടി കാവിൽ പോകാനായിട്ട് ഇറങ്ങി. തറവാട്ടിൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു കാവുണ്ടായിരുന്നത്. തറവാട്ടിൻ്റെ മുറ്റത്ത് നിന്നാൽ തന്നെ കാവ് നന്നായിട്ട് കാണാൻ സാധിക്കും. എനിക്ക് തൊഴാനൊന്നും അറിയില്ല നന്ദേ. അച്ഛൻ പറഞ്ഞിരുന്നു തറവാട്ടിലേക്ക് വരും അമ്പലത്തിൽ പോയി തൊഴാനൊക്കെ പഠിപ്പിക്കാമെന്ന്. ഞാൻ കുഞ്ഞുനാൾ മുതലേ പള്ളിയിലാണ് പോകുന്നത്. ഈ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാവിൽ വിളക്ക് വെക്കുന്നതും മറ്റും. പക്ഷെ ഇന്ന് വരെ നേരിട്ടൊരിടത്തും പോയിട്ടില്ല. അതുകൊണ്ട് എനിക്കിതൊക്കെ പറഞ്ഞു തരണേ. ശീലമില്ലാത്തത് കൊണ്ടാണ്. കാവിലേക്ക് നടക്കുന്നതിനിടയിൽ ഷീതു നന്ദയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും നന്ദ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണോ ചേച്ചി? അതിന് മാത്രം പഠിക്കാനൊന്നുമില്ല. കാവി ചെന്നാൽ അവിടെ ഒരു പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുടുംബപരമായിട്ട് ആരാധിക്കുന്നതാ. അതിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് ചേച്ചി കൈതൊഴുതങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ വിളക്ക് വയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വിളക്ക് കത്തിക്കാം. നന്ദ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് വിളക്ക് കൊളുത്താറില്ലേ? ഷീതു സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. ഉണ്ട്, അത് അമ്മയോ ചെറിയമ്മയോ ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ഞാനും ചെയ്യാറുണ്ട്. ഇപ്പോൾ വിളക്ക് വയ്ക്കാൻ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ആരെങ്കിലും വന്ന് ചെയ്യും. നന്ദ അവളെ നോക്കി വീണ്ടും പറഞ്ഞു. പിന്നെ കാവിൽ പാമ്പ് കാണും. അതുകൊണ്ട് ഇരുട്ടായി കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ടേക്ക് വരാറില്ല. എന്നെയും വിടില്ല. അമ്മയും ചെറിയമ്മയായിരിക്കും കൂടുതൽ വരിക. അവൾ വീണ്ടും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പാമ്പിനെ കൊല്ലാറില്ലേ? ഷീതു അങ്ങനെ പറയുന്നത് കേട്ടതും നന്ദ പെട്ടെന്ന് അവളുടെ വാ പൊത്തിപ്പിടിച്ചു. ചേച്ചി, അങ്ങനെയൊന്നും പറയാതെ. അത് ദോഷവാ. നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളാ അത്. അതിനെ കൊല്ലാൻ പാടില്ല, പാപം കിട്ടും. അവൾ പെട്ടെന്ന് ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞങ്ങൾ വീട്ടിൻ്റെ പരിസരത്തൊക്കെ പാമ്പിനെ കണ്ട പിന്നെ കാണാതിരിക്കാൻ വേണ്ടി ഗീവർഗി സഹതയുടെ പള്ളി നേർച്ചയിടും. ചിലപ്പോൾ ആരെങ്കിലും തല്ലിക്കൊല്ലും. ഷീതു അവളെ നോക്കി മറുപടി പറഞ്ഞു. എല്ലാ പാമ്പും അങ്ങനെയല്ല ചേച്ചി. കാവൽ സർപ്പങ്ങളുണ്ടാകും, നാഗദൈവങ്ങൾ. അവരെ ആരും ഒന്നും ചെയ്യില്ല. അല്ല, ഈ പറഞ്ഞ പുള്ളിക്കാരൻ്റെ പള്ളി നേർച്ചയിട്ടാ പിന്നെ പാമ്പിനെ കാണില്ലേ? അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു. ഇല്ല, ഷീതു പുഞ്ചിരിയോടെ പറഞ്ഞു. സംസാരിച്ച് അവർ കാവിലെത്തിയിരുന്നു. ദേ ചേച്ചി, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോ. അവൾ ഒരു പ്രതിഷ്ഠയുടെ മുൻപിൽ ഷീതുവിനെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം അവളോട് പറഞ്ഞു. ഷീതു അതിൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചു. അവളുടെ മനസ്സിൽ കൂടി ആദ്യം കടന്നു വന്നത് ചാർലിയും ദേവനും കുഞ്ഞുമായിരുന്നു. അവർക്ക് 3 പേർക്കും വേണ്ടിയാണ് അവൾ പ്രാർത്ഥിച്ചത്. പെട്ടെന്നാണ് തൻ്റെ കാലിൽ എന്തോ കൊണ്ടതായി അവൾക്ക് തോന്നിയത്. അവൾ കണ്ണുകൾ തുറന്ന് താഴേക്ക് നോക്കിയതും പെട്ടെന്നൊരു പാമ്പ് കരിയിലയുടെ ഇടയ്ക്ക് കൂടി അവിടെ നിന്നും വേഗത്തിൽ ഇഴഞ്ഞു പോകുന്നത് അവൾ കണ്ടു. നന്ദേ, അവൾ വെപ്രാളത്തോടെ വിളിച്ചതും അടുത്ത് നിന്നിരുന്ന നന്ദ ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ചേച്ചി, എന്തു പറ്റി? അവളുടെ വെപ്രാളം കണ്ട് നന്ദ സംശയത്തോടെ ചോദിച്ചു. അത് പാമ്പ് എന്നെ കടിച്ചു. ദേ അങ്ങോട്ട് പോയി. അവൾ താഴേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നന്ദയോട് പറഞ്ഞു. ചേച്ചിക്ക് വെറുതെ തോന്നിയതായിരിക്കും. നന്ദ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അല്ല, സത്യമായിട്ട് എന്നെ കടിച്ചു. ദേ നോക്കിക്കേ. അവൾ കാല് പൊക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവിടെ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് നന്ദ ഞെട്ടിപ്പോയി. ചേച്ചി, അയ്യോ ചതിച്ചോ ദൈവമേ! നന്ദ നെഞ്ചിൽ കൈവച്ചു. അപ്പോഴേക്കും ഷീതുവിന് തല കറങ്ങുന്നത് പോലെ തോന്നി. നന്ദേ, എനിക്ക് എൻ്റെ ഇച്ഛാനെ കാണണം. കണ്ണുകൾ മങ്ങിപ്പോകുന്നതിനിടയിൽ ഷീതു പറയുന്നുണ്ടായിരുന്നു. അയ്യോ ചേച്ചി, മുത്തശ്ശി, ദേവച്ച, ചെറിയച്ച. നന്ദ അവിടെ നിന്ന് നിലവിളിക്കാൻ. അവളുടെ നിലവിളി കെട്ടി എല്ലാവരും ഓടി വന്നു. എന്നാൽ അപ്പോഴേക്കും ഷീതു നിലത്തേക്ക് വീണിരുന്നു. ചാർലി മയക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. പിന്നെ ചുറ്റിനും ഒന്ന് നോക്കി. തങ്ങളിപ്പോഴും കാറിൽ തന്നെയാണെന്ന് മനസ്സിലായതും ഇത്രയും നേരം താൻ സ്വപ്നം കണ്ടതാണെന്ന് അവന് തോന്നി. എങ്കിലും തൻ്റെ ഹൃദയമിടിപ്പ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. മാതാവേ, എന്താ അങ്ങനൊരു ദുസ്വപ്നം? അതും ഇന്നത്തെ ദിവസം തന്നെ, അവൻ സ്വയം മനസ്സിൽ പറഞ്ഞു. ക്രിസ്റ്റി. ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്റ്റിയുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ചാർലി വിളിച്ചു. എന്താടാ? അവൻ സംശയത്തോടെ കണ്ണാടിയിൽ കൂടി അവനോട് ചോദിച്ചു. എവിടെയെങ്കിലും ഒന്ന് നിർത്ത്, എനിക്കൊന്ന് മുഖം കഴുകണം. ചാർലി പറഞ്ഞതും ക്രിസ്റ്റി ഓക്കെ പറഞ്ഞു. ആ സ്വപ്നം അവനെ വല്ലാതെ പേടിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ഷീതുവിൻ്റെ മുഖവും നടന്ന സന്ദർഭങ്ങളും അവൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ഷീതുവിനെ അങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങിയതും അവൾ തിരികെ അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു. ഷിതു എടുത്ത പാടെ അവൻ വിളിച്ചു. ഇച്ചായ. അവളും സ്നേഹത്തോടെ അവനെ തിരികെ വിളിച്ചു. കുറച്ചു നേരം അവർ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. കുഞ്ഞ് സംശയത്തോടെ അവൾ അവനോട് ചോദിച്ചു. റയാൻ്റെ മടിയിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. ഇപ്പം ഞങ്ങളൊന്ന് മുഖം കഴുകാനും ചായ കുടിക്കാനും ഒരു കടയുടെ മുൻപിൽ നിർത്തി.
അവളതോ ക്രിസ്റ്റിയുടെ കയ്യിലിരിപ്പുണ്ട്. അവർ കടയിലോട്ട് കയറി. ഞാൻ കാറിൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു. അവൻ അവളോട് മറുപടി പറഞ്ഞു. ജയ, ഐ മിസ് യു. അവൾ പറഞ്ഞതും ചാർലിയുടെ മുഖം പെട്ടെന്ന് വല്ലാതെയായി. അവൾ അങ്ങനെ പറഞ്ഞിട്ടും അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ഇച്ചായ, എന്താ ഒന്നും മിണ്ടാത്തേ? ഷിതു, ഇപ്പം എനിക്ക് തോന്നുന്നു നിന്നെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് വരണ്ടായിരുന്നു എന്ന് അവൻ വിഷമത്തോടെ അവളോട് പറഞ്ഞു. അത് കേട്ട് അവൾക്ക് സങ്കടം വന്നു. എങ്ങനെയുണ്ട് അവിടെയുള്ളവരൊക്കെ? അവൻ സംശയത്തോട് ചോദിച്ചു. എല്ലാവർക്കും എന്നോട് ഭയങ്കര കാര്യമാണ്. പിന്നെ അവരൊക്കെ എന്നെ ആദ്യമായിട്ട് കാണുമല്ലേ? അവൾ തിരികെ പറഞ്ഞതും അവനൊന്ന് മൂളി. ചേച്ചി റെഡിയായോ? പെട്ടെന്ന് പുറത്തുനിന്നും നന്ദയുടെ ശബ്ദം കേട്ടു. ആ, ദാ വരുന്നു. അവൾ തിരികെ മറുപടി പറഞ്ഞു. ആരാ ഷിതു? അത് കേട്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇച്ചായ, നമുക്കിവിടെ അടുത്തൊരു കാവുണ്ട്. നന്ദേനെ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുങ്ങി നിൽക്കുവാ ഞാൻ. അങ്ങോട്ടേക്ക് പോകാൻ അവളെന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാം. അവൾ അവനോട് മറുപടി പറഞ്ഞു. പെട്ടെന്ന് അങ്ങനെ കേട്ടതും ചാർലി വല്ലാതെയായി. അവൻ്റെ മനസ്സിൽ കൂടി കുറച്ചു മുൻപ് അവൻ കണ്ട സ്വപ്നം തെളിഞ്ഞു വന്നു. അവന് വല്ലാത്ത ഭയം തോന്നി. ഷിതു, നീ നീ അങ്ങോട്ടൊന്നും പോകണ്ട. അവൻ പറയുന്നത് കേട്ടതും അവൾ നെറ്റി ചുളിച്ചു. അതെന്താ ഇച്ചായ അങ്ങനെ പറയുന്നേ? ഇവിടെ തൊട്ടടുത്താ, ദൂരെയൊന്നുമല്ല. അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടല്ല ഷിതു, ഒന്നുമില്ലാതെ ഞാൻ പറയില്ല എന്ന് നിനക്കറിയില്ലേ? അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുമായിരിക്കും. പാമ്പുകളൊക്കെ കിടക്കുന്ന സ്ഥലമല്ലേ. എനിക്ക് പേടിയാണ്. നീ പോവണ്ട. അവൻ പെട്ടെന്ന് ആവലാതിയോടുകൂടി അവളോട് പറഞ്ഞു. ഇച്ചായ, അങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഇവരൊക്കെ എപ്പോഴും പോകുന്ന സ്ഥലമാണ്. കൂടെ വരാമെന്ന് ഞാൻ അവളോട് വാക്ക് പറഞ്ഞു പോയി. ഇനി എങ്ങനെയാണ് വരാൻ പറ്റില്ല എന്ന് പറയുന്നേ? അവൾ എനിക്ക് വേണ്ടി ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുക. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. അവൾ വീണ്ടും അവനോട് പറഞ്ഞു. അത് കേട്ട് അവന് സങ്കടമായി. ശരി, എനിക്ക് സൂക്ഷിച്ചു പോണേ. പോയിട്ട് വന്നിട്ട് ഉടനെ തന്നെ എന്നെ വിളിക്കണം. ഉള്ളിൽ ഭയങ്കരമായിട്ട് പേടി തോന്നിയ അവൻ അവളുടെ ആഗ്രഹത്തിന് വേണ്ടി അത് മാറ്റിവെച്ചു. വിളിക്കാം, അവൾ മറുപടി പറഞ്ഞു. ശരി, എങ്കിൽ പോയിട്ട് വാ. അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാൻ തുടങ്ങി. ഇച്ചായ, അവൾ വിളിച്ചതും അവനൊന്ന് നിന്നു. ഐ ലവ് യു. അവൾ പറഞ്ഞുകൊണ്ട് ഫോണിൽ കൂടി അവന് ഉമ്മ കൊടുത്തു. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ലവ് യു ടു. ഒരുപാട് മിസ് ചെയ്യും പെണ്ണെ നിന്നെ. എങ്ങനെയാ ഇനിയുള്ള 10 ദിവസം ഞാൻ ഒറ്റയ്ക്കെന്ന് എനിക്കറിയില്ല. എന്നെ കാണണമെന്ന് തോന്നിയാൽ അപ്പം ഞാൻ അവിടേക്ക് വരും. എനിക്ക് നീയില്ലാതെ പറ്റുമെന്ന് തോന്നുന്നില്ലടി. അവൻ പറയുന്നത് കേട്ട് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നിരുന്നു.